അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നമ്മൾ ഇപ്പോൾ റിയാദിലാന്നിട്ടുള്ളത്, അനിയത്തിൻ്റെ റൂമിലാന്നിട്ടുള്ളത്. അപ്പോൾ ഓളെ റൂമിൽ നിന്നിട്ടുള്ളൊരു 3 ദിവസത്തെ കാര്യങ്ങൾ ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ വേറെ വ്ളോഗായിട്ട് ഇടാന്നേനു കേട്ടോ ആദ്യം വിചാരിച്ചേ. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല, എല്ലാം കൂടി ഒരുമിച്ചിട്ട് തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ച്. ഡേ 1, ഡേ 2, ഡേ 3. ഇതിപ്പോൾ ഡേ 1 ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി ഒരു 2:30 മണി ആ ഒരു ടൈമാണ് കേട്ടോ റൂമിലെത്തിയിട്ടുള്ളത്. പിന്നെ സംസാരിച്ച് നേരം കൂട്ടി കിടക്കാനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4:30-5 മണിയെല്ലാം ആയിട്ടുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. കിടന്നിട്ട് എണീക്കാനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം 10-11 മണിയെല്ലാം ആയിട്ടുണ്ട്. ചെറിയ അവരെല്ലാം ജുമാക്ക് പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. കാരണം എന്താ പറയുക, എനിക്ക് സ്ഥലം മാറിക്കടന്നു കഴിഞ്ഞാൽ അങ്ങനെ കൂടുതൽ ഉറക്കം കിട്ടൂല. അപ്പം ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. നേരത്തെ മീൻസ് ഒരു 10 മണി ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാം ജുമാക്ക് പോയിട്ടുണ്ട്. ഞാനിതാ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫസ്റ്റിന് എണീറ്റിട്ടില്ല കേട്ടോ. ഫസ്റ്റിന് എണീക്കുന്ന ടൈം ആയിട്ടാവുള്ളൂ. വെള്ളിയാഴ്ച ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീക്കുക. അപ്പം ഞാനായിട്ട് പിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. പാവല്ലേ, മതി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടുള്ള കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇഷമോള് കുറച്ച് സമയം കഴിഞ്ഞ് അപ്പോഴും എണീറ്റിട്ടുണ്ട് കേട്ടോ. ഓക്ക് പിന്നെ എന്താ പറയുക, ഞാൻ എണീറ്റ് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഓൾ എണീറ്റോളും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഓള്. രാവിലെ എണീറ്റം പാടും നാട്ടിലേക്ക് വിളിച്ചിട്ട് കുറച്ച് സമയം വെറുതെ ഇരുന്ന് നേരം കൂട്ടും. എന്നിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കയറുക. ഇന്നിപ്പോൾ ഞാൻ ചായ ആക്കിയിട്ട് ഉമ്മാനെ വിളിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടിതാ നമ്മളെ കട്ടൻ ചായ എടുത്തിട്ട് സോഫമ്മലേക്ക് പോക്കാം. ഞാനില്ലേ ഇപ്പോൾ കട്ടൻ ചായയിൽ പുതിന ചപ്പിട്ടിട്ടാണ് കുടിക്കൽ. ഇവിടെയാണെങ്കിൽ പുതിന ചപ്പില്ലാത്തതുകൊണ്ടൊക്കെ എന്തെല്ലോ പോലെ ഒരു സുഖം കിട്ടുന്നില്ല, ചായ കുടിക്കാനൊരു ഇത് കിട്ടുന്നില്ല. പിന്നെ വലിയ ഗ്ലാസ്സും ഇല്ലേനു, നോർമൽ ഗ്ലാസ്സിലാണ് കേട്ടോ. എനിക്കിപ്പോൾ എന്തോ അത് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വലിയ ഗ്ലാസ്സിൽ കട്ടൻ ചായയിൽ മറ്റേ പുതിന ചപ്പിട്ട് കുടിക്കൽ ഒരു ദിവസം പോലും എനിക്ക് മിസ്സാക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് മാറ്റണം. അത് വലിയ നല്ലതൊന്നല്ലാന്ന് തോന്നി. പിന്നെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞ് ഒന്ന് നമ്മൾ കിടന്ന റൂമെല്ലാം ഒന്ന് പിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ജുമാക്ക് പോയ ടീംസെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. റൊമാൻസിയിലെ നല്ല അടിപൊളി ചിക്കൻ മന്തി അതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം ഫുഡ് കഴിച്ചതാ, നമ്മളും ഫുഡ് കഴിക്കില്ല. അപ്പോഴത്തേക്ക് എല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ. ജുമ കഴിഞ്ഞ് അവർ വരുമ്പോഴത്തേക്ക് ഫസ്റ്റിനെയും അവരും എല്ലാം എണീറ്റിട്ടുണ്ട്. അന്ന് പിന്നെ നമ്മൾ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം വന്ന ആ ഒരു ഇതിൽ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാണ് കേട്ടോ ശരിക്കും സത്യം. പിന്നെ മെയിനായിട്ട് ഫുഡൊന്നും അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ലേനു അന്ന്. കാരണം നമ്മൾ റിയാദ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. ഇവിടെ മെട്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകണമെന്നൊക്കെ എല്ലാവരും വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഈ മെട്രോൻ്റെ വീഡിയോസ് എനിക്ക് വരത്തുള്ളൂ. ഒന്ന് തുറന്നാൽ പിന്നെ അതന്നെ വരും. അപ്പോൾ അത് കണ്ട് എനിക്കിങ്ങനെ എപ്പം കയറാൻ പോകണമെന്നുള്ള എന്താ പറയുക, ഇപ്പം തന്നെ പോകണമെന്നുള്ള ആ ഒരു ഇതിലേനു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ മീൻസ് ഒരു 4 മണി ആ ഒരു ടൈം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ രണ്ടാളും വെൽവെറ്റ് ടൈപ്പ് പർദ്ദയാണ് കേട്ടോ ഇടുന്നത്. ചെറിയൊരു തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോയ അന്ന്. ഇതിപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ ആ ഒരു പർദ്ദൻ്റെ റേറ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു പർദ്ദ. അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ ജെറിനോട് പറഞ്ഞു അതെനിക്ക് ഇഷ്ടമായി, വാങ്ങിത്തരുമെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഞാനില്ലേ ഇപ്പോൾ അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും പറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിക്കില്ല. ആദ്യമൊന്നും അങ്ങനെയല്ല കേട്ടോ. ആദ്യം എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങണം. ഇപ്പം ഞാനതൊരു വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കും, വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ഇതിൽ. എന്നിട്ട് റൂമിലെല്ലാം എത്തിയിട്ട് കൺഫേം ആക്കും, വേണോന്ന് എനിക്ക് നിർബന്ധം. എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ അലട്ടും അതെനിക്ക് വേണോ എന്നുള്ളത്. അങ്ങനെ വീണ്ടും പോയിട്ട് വാങ്ങിക്കാൻ കേട്ടോ ചെയ്യാം. അപ്പോൾ അത് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഫറാഷ ടൈപ്പ് തന്നെയാണ് കേട്ടോ വരുന്നത്.
ഫറാഷ ടൈപ്പ് ഇട്ടിട്ടിട്ട് ഇപ്പോൾ സാധാ ടൈപ്പ് എനിക്ക് ഇടാൻ പറ്റുന്നേ ഇല്ല. എനിക്ക് മാത്രമല്ല ഫസ്നാക്കും ഇടാൻ പറ്റുന്നില്ല. ഫസ്ന മീൻസ് അനിയത്തി. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സൺസെറ്റിൻ്റെ ആ ഒരു ടൈമാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. നല്ല കറക്റ്റ് ടൈം തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മെട്രോയിൽ നല്ല തിരക്കുണ്ടാവും എന്നിങ്ങനെ വിചാരിക്കല. കാരണം വീക്കെൻഡാണ്, എല്ലാവരും ഇറങ്ങുന്ന ആ ഒരു ടൈമാണ് കേട്ടോ ഇത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ എന്നല്ല, കൂടുതൽ റഷ് ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ആളില്ലാണ്ടൊന്നുമില്ല. പിന്നെ അവിടെ ക്യൂ നിൽക്കേണ്ട ആ ഒരു മടിക്ക് ഓൾറെഡി നമ്മൾ കാർഡെല്ലാം റീചാർജ് ചെയ്തിട്ടുണ്ട്. റീചാർജ് എന്ന് പറയുന്നത് എന്തേനൊപ്പം അതിന് പറയാം, കാർഡ് മറ്റേ പൈസ കയറ്റുമല്ലോ, അത് ഈ മെട്രോയിൽ കയറേണ്ട കാർഡ്, അതെല്ലാം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ടൈം പോലും നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഗൈസ് മഷാല നമ്മൾ കയറിയിട്ടുണ്ട്. വിചാരിക്കാത്ത വരുത്താന്ന് കേട്ടോ. ലാസ്റ്റ് വീക്ക് നമ്മളിങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വിട്ട കേസേനു. അങ്ങനെ പെട്ടെന്ന് വന്നതാ. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്തുണ്ട്. പിന്നെ മെട്രോയിൽ നമ്മൾ ദുബായും കൊച്ചി ആടെയെല്ലാം കയറിയത്, എന്നാലും നമ്മളെ അടുത്ത് റിയാദിൽ വന്നിട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു ഇതല്ലേ. അപ്പം അങ്ങനെ ഇതാ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടെല്ലാം ഇങ്ങനെ വീഡിയോസ് എടുത്ത് കളിക്കലാന്ന് കേട്ടോ. മെയിനായിട്ട് അത് തന്നെയാണല്ലോ നമ്മളെ ഉദ്ദേശം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. വ്യൂ ഒരു രക്ഷയില്ല, പൊള്ളിയേനു. ഇവള് മെട്രോ സ്റ്റാർട്ട് ചെയ്ത പിറ്റേന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മളെ കൂടെ വീണ്ടും വന്നതാ. ഓളെ മാപ്പിള കൂടെ വന്നിട്ടില്ല കേട്ടാ, താഴെ വെയിറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്താൻ ആവുന്ന ആ ഒരു സ്റ്റേഷന് മുന്നേ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അനക്കും ഇഷമോക്കൂ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇരുന്നിട്ട് വീഡിയോസെല്ലാം എടുത്ത്. ഇതാണ് KAFD എന്ന് പറഞ്ഞ സ്റ്റേഷന്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും അടിപൊളി സ്റ്റേഷന്. എല്ലാവരും ഇവിടത്തേക്കാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ലാസ്റ്റത്തെ ഇപ്പുറത്തെ സ്റ്റോപ്പ്, ഇപ്പുറത്തെ സ്റ്റേഷൻ കേട്ടോ, ബസ് സ്റ്റോപ്പ് എന്നെല്ലാം പറയുന്ന പോലെ ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഇവിടുന്നില്ലേ നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ടേനു. കുറച്ച് സംസാരിക്കെല്ലാം ചെയ്തിട്ടുണ്ടേനു കേട്ടോ. വിചാരിക്കാത്ത വിധത്തിൽ കണ്ടിട്ടുണ്ടേനു. എവിടെ പോയാലും ഏതെങ്കിലും ഒരാളെയെങ്കിലും നമ്മൾ മീറ്റ് ആക്കലുണ്ട്. പക്ഷേ ഇല്ലേ ജെറിയും ഫസ്നയും ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കില്ലേ സംസാരിക്കാൻ കൂടുതലൊന്നും കിട്ടൂല. എന്താ പറയുക, പെട്ടെന്ന് നമ്മളൊരു സ്റ്റെക്കായി പോകുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ ഇവരാണെങ്കിൽ എന്നെ കളിയാക്കി കൊല്ലും. വലിയ യൂട്യൂബർ അങ്ങനെയെല്ലാം പറ്റി ഇങ്ങനെ കളിയാക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കാനൊരു ഇതുപോലെയാണ്. ഇവരൊന്നും ഇല്ലെങ്കിൽ പൊളിക്കും കേട്ടോ. ഇവരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് എവിടെയല്ലോ എത്തും. ജെറിയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് നാണാ ഗൈസ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ദമാമിൽ തന്നെ കുറേ ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ കയറിയിട്ടുണ്ട്. ഫസ്റ്റിലത്തെ ആ ഒരു സീറ്റിൽ നമുക്ക് കയറി ഒരു 2 സ്റ്റേഷൻ കഴിയുമ്പോൾ തന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. മാഷാഅല്ലാ അടിപൊളിയേനു കേട്ടോ. കുറേ സമയം നമുക്ക് ഇരിക്കാൻ പറ്റി, ഇരുന്നിട്ട് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, ക്യാമറയിലേക്ക് നോക്കിയിട്ട് എന്തെല്ലോ സംസാരിക്കണ്ടേ, എന്താ നോക്കട്ടെ എന്നിട്ട് പറയാം. സബ്സ്ക്രൈബേഴ്സിനോട് വന്ന് ചിന്ത ചെയ്യുക, ഫാൻസുകാരെ കൊണ്ട് തോറ്റു. അങ്ങനെയല്ല എന്താ പറഞ്ഞത്, നമ്മളെ വീഡിയോസ് കാണാറില്ലല്ലോ. നിങ്ങളെ അനിയത്തിയാണല്ലേ അത്. അതിനോട് മിണ്ടാൻ ഞാനറിയാൻ വേണ്ടാക്കി തന്നെ അറിയില്ലാന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ട കഥ ഇങ്ങനെ പറയലേനു കേട്ടോ. കുറേ ആൾക്കാർ വന്നിട്ട് സംസാരിക്കും, അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. റൂമിലെല്ലാം എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചില്ലേ. പക്ഷെ അന്നേരം എനിക്ക് അവരോട് പെട്ടെന്ന് അങ്ങനെ സംസാരിക്കാനുള്ള ആ ഒരു ഇത് കിട്ടൂല. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. പക്ഷേ റൂമിലെത്തിയിട്ട് ഇങ്ങനെ വിചാരിക്കും, പക്ഷേ ഇങ്ങനെ കുറച്ചും കൂടി സംസാരിക്കണേനു, അവരെന്നാ ഇപ്പം നമ്മളെ പറ്റിയിട്ട് വിചാരിക്കാമെന്നല്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. അപ്പം അങ്ങനെയെല്ലാം പിന്നെന്തേനു പിന്നെ നമ്മളിതാ നേരെ വന്നിട്ടുള്ളത് ബോളിവാഡ് സിറ്റിയിലേക്കാണ്. സിറ്റിയേനു വേൾഡേനു സിറ്റിയിലേക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ മുന്നേ വന്നതാ. ഇഷമോള് ജനിക്കുന്നതിന് മുന്നേ ഒരിക്കൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഇൻസ്റ്റയിലെല്ലാം ഇട്ടിന് തോന്നുന്നു. അന്നത്തേനേക്കാളും കൂടുതൽ റഷായിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല സമാധാനപരമായിട്ട് അങ്ങനെ ഒച്ചപ്പാടും പീസായിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. ഇപ്പോൾ ഫുൾ ഒച്ചപ്പാടാണ് കേട്ടോ. ഒച്ചപ്പാട് മീൻസ് ഇങ്ങനെ പാട്ട് വെച്ചിട്ടും ഇതെല്ലാം ആയിട്ട് മൊത്തത്തിൽ മാറിയൊരു ഫീലാണ് കേട്ടോ.
അപ്പം നമ്മൾ ഇന്ന് ആദ്യം പിന്നെ വണ്ടർ ഗാർഡനിൽ പോകാമെന്നേനു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലേനു. അതുകൊണ്ട് ഇതാ നേരെ ഇടത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മാക്സിമം എല്ലാവരും എന്താ പറയുക കയറിയിട്ട് എൻജോയ് ആക്കിയിട്ടുള്ളത് ഇതാ നമ്മൾ മൂസക്കയ്യ എല്ലാവരും മാക്സിമം കയറിയിട്ടുണ്ട്. ആരോടോ ഉള്ള ദേഷ്യം നല്ലോണം തീർക്കുന്നതാണോ എന്നറിയില്ല. ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും കയറാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാ, കയറാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാനൊന്നും പിന്നെ ഏല് പോയി കഴിഞ്ഞാലും അങ്ങനെ കയറൂല. എനിക്ക് കാണാനാ താല്പര്യമുള്ളൂ. അങ്ങനെ കൂടുതൽ കയറിയിട്ടുള്ള ഇതൊന്നും ഇല്ല. ഒന്നും അങ്ങനെ കൂടുതൽ ഞാൻ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പം അങ്ങനെ പിന്നെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനൊന്ന് ട്രൈ ആക്കിയിട്ടുണ്ട്. അവർ തരുന്നേയില്ല, കുറേ സമയം കഴിഞ്ഞിട്ടില്ലാത്തായിരുന്നു. അപ്പോൾ അതും കിട്ടി. പിന്നെ അവിടുന്ന് വിശന്നേരം നമ്മൾ മെക്കിൽ കയറിയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് നെഗറ്റ്സ് എല്ലാം തിന്ന് വയറെല്ലാം ഫില്ല് ചെയ്ത് ഇവിടെ നടക്കലാണ്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മൾ ലാസ്റ്റ് ടൈം വന്നേരം ഇല്ലാന്ന് തോന്നുട്ടോ. ഇതിപ്പം കണ്ടതാ. പിന്നെ കുറേ ഫുഡ് കോർട്ട് പോലത്തെ ഒരു സംഭവമുണ്ട്. ഒരു ഒരു സ്പേസ് ഉണ്ട്. പിന്നെ അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയുന്ന പോലെ ഉണ്ട്. പിന്നെ DJ എല്ലുണ്ടായിരുന്നു കേട്ടോ. ഷെയാനിത് അവിടുന്ന് ഡാൻസ് കളിക്കുന്ന ഗൈസ്. അവരെ സോങ്ങിന് പറ്റിയ ഡാൻസാണ് കേട്ടോ ഇത്. ഇഷമോളും ഷെയാനും എന്താ പറയുക എന്തോ ഒന്ന് ലൂസായ പോലത്തെ കളിയേനു കേട്ടോ. അമ്മാതിരി വൈബേനു ഇവർ രണ്ടാളും കൂടി. ഫസ്നാൻ്റെ മോന് കുറച്ച് സൈലൻ്റാണ് കേട്ടോ. പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ റൂമിൽ നിന്ന് വയലൻ്റാണ്. പക്ഷെ അങ്ങനെ കേട്ടോ നല്ലത്. ഇത് ഇവരെ ബാക്കിൽ നമ്മൾ ഓടണം. ഞാനും ചെറിയും രണ്ടാളും ഇവരെ രണ്ടാളെ ബാക്കിലുണ്ടാകും. എവിടെയും പോയി കഴിഞ്ഞാലെല്ലാം. ഫസ്നാൻ്റെ മോനില്ലേ നമ്മളെ കൂടെ തന്നെ ഉണ്ടാകും. നമ്മളെങ്ങോട്ടാണ് പോകുന്നത് അവിടെ തന്നെ ഉണ്ടാകും. ഇവർ രണ്ടും നേരെ തിരിച്ചാൽ കണ്ട ഓടുന്ന ഓട്ടം കണ്ട. അപ്പം അങ്ങനെ അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളവിടുന്ന് ജസ്റ്റ് നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോസെല്ലാം എടുത്ത് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഗൈസ്. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ വീഡിയോസെല്ലാം എടുത്ത് കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അപ്പം അങ്ങനെ ഇനി നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഷവർമ ഹൗസിൽ എപ്പോഴും വരുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ ഷവർമ ഹൗസ്. അപ്പോൾ അവിടുത്തെ അറബിക് ഷവർമയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല. പക്ഷേങ്കിൽ മെയിനായിട്ട് ആടുന്ന് തിന്നേണ്ടത് മറ്റേ ഇതാണ് ടിക്കിയും മറ്റേ ചുട്ടതും കരിച്ചതും അങ്ങനത്തെ എല്ലാമാണ് തിന്നേണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം തിന്ന് ഇനിയിപ്പോൾ നമ്മളൊരു കസിൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഓളെ റൂമിൽ പോയി കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് വേണം നേരെ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓളെ റൂമിൽ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ എന്നോട് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഗൈസ്. നിങ്ങൾ ദമാമിൽ വന്നിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ വേറൊരു കസിന്. അപ്പോൾ ഓളെ റൂമിലും പോയിട്ടുണ്ടേനു കേട്ടോ. ഓള് നാട്ടിൽ പോകുന്ന ഒരു തിരക്കായതുകൊണ്ട് നമ്മളെ കൂടെ വരാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടില്ലേനു. അപ്പോൾ ഓളെ കാണാത്തത്. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. റൂമിലെത്തുമ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 2 മണിയെല്ലാം ആയിട്ടുണ്ട്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ലേറ്റായിട്ടാണ് കേട്ടോ. പിന്നെ വീക്കെൻഡിലാണ് കേട്ടോ പറയുന്നത്. സാധാ ടൈമെല്ലാം നമ്മൾ നോർമൽ നാട്ടിലുള്ള പോലെ തന്നെ. എന്നാലും കിടക്കാനും നല്ല ലേറ്റാവും, എണീക്കാനും ലേറ്റാവും. പക്ഷെ വീക്കെൻഡിൽ നല്ലോണം ലേറ്റാവും. അങ്ങനെയാണ്. പിന്നെ നെക്സ്റ്റ് റൂമിലെത്തിയിട്ടുള്ള നമ്മളെ പരിപാടി സ്റ്റാറ്റസ് ഇടുക, വീഡിയോസ് ഇടുക, സ്റ്റോറി ഇടുക, ഇതൊക്കെ തന്നെ. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ അനിയത്തി എണീറ്റിട്ടുണ്ട്. ഓളിതാ ഇവിടുന്ന് കായ് വാട്ടിയും ചായയും എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആ കാലം മുന്നേ ഓൾ എണീറ്റിട്ടുണ്ട്. കാരണം ഞാൻ നല്ല ടയേർഡേനു. ഒരു 10:30 ആ ഒരു ടൈമാണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. ഞാൻ എണീച്ചമ്പാടും കഞ്ഞി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓളിതാ അപ്പുറത്ത് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കായും വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെന്തേനു ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഓളെ മാപ്പിള രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. നമ്മളെ മാപ്പിള ഫ്രീ ആയിട്ട് പോവാ നമുക്ക് റിയാദിലല്ല ദമാമിലേക്ക് പോയാലോ എന്നല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഡ്യൂട്ടിയുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. അജയ്ക്ക് ഫ്രൈഡേ മാത്രമേ ഓഫുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പം നമ്മളിന്ന് രാത്രി പോകാമെന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. ഇന്ന് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്തെല്ലാം പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ തിരിച്ച് ദമാമിലേക്ക് പോകാമെന്നാണ് നമ്മളൊരു പ്ലാന്.
അങ്ങനെ ഗൈസ് നമ്മളിന്ന് ഉച്ചക്ക് പുറത്തു പോകുന്നില്ല, രാത്രിക്കാണ് പോകുന്നത്. ഉച്ചക്ക് നമ്മൾ റൂമിൽ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ലേറ്റായിട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് എനിക്ക് നമ്മളെ മല്ലിച്ചപ്പല്ല പുതിനച്ചപ്പില്ലാത്ത കട്ടൻ ചായ കുടിക്കാനൊക്കെ പറ്റൂല, അതുകൊണ്ട് എന്തായാലും വാങ്ങിയേ പറ്റൂന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രിക്ക് തന്നെ വാങ്ങിയിട്ടുണ്ട്. ജ്യൂസിൻ്റെ ഗ്ലാസ്സിൽ വെച്ചിട്ട് കുടിക്കലാന്ന് കേട്ടോ. കാരണം വലിയ ഗ്ലാസ് നമ്മൾ ചായൻ്റെ ഗ്ലാസ് ആ ഒരു പിടിയുള്ള ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് അത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കുടിച്ചാലാണ് എനിക്ക് ആ ഒരു എനർജി, നമ്മൾ ആ ഒരു ദിവസം കംപ്ലീറ്റ് ആവും. അങ്ങനത്തെ ഒരു വൈബാണ് കേട്ടോ. വൈബല്ല, അങ്ങനത്തെ ഒരു അഡിക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളെ പിയാപ്പിളയും കുട്ടികളും എല്ലാം കൂടി ഇടുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഒരാളെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, തലയിൽ കൂടെ തട്ട് ഇട്ടിട്ട് അവിടെ ഫോൺ കൊണ്ട് കളിക്കുന്നുണ്ട്. സമയം ഇപ്പം ഏകദേശം 1 മണിയായിട്ടുണ്ട്. നമുക്ക് എന്താക്കണം, ഫുഡ് ഉണ്ടാക്കണം. ഇന്ന് ഉച്ചക്ക് നമ്മൾ നെയ്ച്ചോറും ഇറച്ചിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളല്ല ഗൈസ്, ഓളഞ്ഞ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഫുൾ റെസ്റ്റ് ചെയ്യുന്നു. ഒന്നും ആക്കിയിട്ടില്ല എന്നല്ല, വെറുതെ അങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കളിക്കും. അല്ലാണ്ട് കൂടുതൽ ജോലിയൊന്നും എടുത്തിട്ടില്ല. അതായത് ജോലി മീൻസ് കൂടുതൽ അങ്ങനെ ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ പുറത്ത് പോകേണ്ട ആ ഒരു ഉദ്ദേശം മാത്രമേ നമുക്ക് മനസ്സിലുള്ളൂ. ഫസ്റ്റിനകത്തത് ഇടുന്ന് കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, നല്ല ചിക്കൻ കറി. കുറേ ടൈം എടുത്തിട്ടുണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. ഓക്കെല്ലാം എന്താ പറയുക, കറക്റ്റ് ആ ഒരു ഇതിലുണ്ടാക്കിയെടുക്കണം. തട്ടിക്കൂട്ടിയിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കില്ല കേട്ടോ. ആ ഒരു എന്താ പറയുക, സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കണം. പക്ഷെ വേഗം കഴിയും കേട്ടോ. ഓള് ചെയ്തെടുക്കുന്ന പണി എനിക്ക് വേഗം കഴിയൂല. ഓൾ ഉണ്ടാക്കലും ക്ലീനിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകും. എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ക്ലീനിങ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പൂമുഖത്തേക്കൊരു ജ്യൂസ് തരുമോ എന്ന് നമ്മളെ ചേട്ടൻ ചോദിച്ചു. അപ്പോൾ അത് ആ ജ്യൂസ് അടിച്ച് കൊണ്ടുകൊടുക്കല. ഇപ്പം സമയം ഏകദേശം ഒരു 1:30-2 മണിയെല്ലാം ആവാനായിട്ടുണ്ട്. കാരണം നമ്മൾ ചായ കുടിക്കുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഹോളെ കറിയുടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തിളക്കുന്നുണ്ട്. ചിക്കൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ് എൻ്റെ കറിയായിട്ടാണെങ്കിൽ പണ്ടേ ആയിട്ടുണ്ടാവുമെന്ന്. അപ്പം അങ്ങനെ പിന്നെ നെയ്ച്ചോറും ആയിട്ടുണ്ട്. നെയ്ച്ചോറ് ഓളഞ്ഞാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇഷമോക്കും ഷയാനെല്ലാം ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുണ്ട്. ഇഷമോക്കില്ലേ ചോറെല്ലാം കൊടുക്കുന്ന സമയത്ത് ഈ തൊണ്ടൊക്കെ കുടുങ്ങുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പം എനിക്ക് ചോറെല്ലാം കൊടുക്കാൻ പേടിയുമാണ്. പിന്നെ കഞ്ഞിയെല്ലാം ആകുമ്പോൾ വേഗം അങ്ങ് തിന്നുകയും ചെയ്യും, സീനില്ലാണ്ട്. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ സാധാ കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ചോറും കറിയും കച്ചമ്പറയും അച്ചാറും എല്ലാം കൂട്ടിയിട്ടതാ നമ്മൾ ചോറ് ഇന്നല. കച്ചമ്പറ ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോറ് എന്നിട്ട് ഗൈസ് നമുക്ക് ബാക്കിയാണ്. ചോറെല്ലാം തിന്ന് കുറച്ച് സമയം റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം ചായക്ക് എന്തുണ്ടാക്കും, റൊട്ടി വാട്ടിയത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഓളിതാ ഇടുന്നത്. റൊട്ടി വാട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറിച്ചിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇവിടെയുള്ള മാളില അല്ലെങ്കിൽ അടുത്തുള്ള എവിടെയെങ്കിലും പോകാമെന്നുള്ളൊരിതിൽ ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. സമയം ഇപ്പം ഏകദേശം ഒരു 8 മണിയെല്ലാം ആയിട്ടുണ്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇട്ട ഒരു പർദ്ദ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് സെയിലുണ്ടോ എന്നുള്ളത്. ഇത് സെയിലാക്കുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം എനിക്കൊരു 5 മോഡൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് മാത്രമേ സെയിലാക്കുന്നുള്ളൂ. മൊത്തത്തിൽ ഇപ്പോൾ ഓർഡർ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ പറയാമെന്ന് വിചാരിച്ച്. കുറേ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് മെസ്സേജ് നോക്കാൻ പറ്റുന്നില്ല. കുറേ പേര് റിപ്ലൈ ഇട്ടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇൻഷാ അള്ളാ ഞാൻ എല്ലാവരും റിപ്ലൈ നോക്കിയിട്ട് തരുന്നുണ്ട് ഇൻഷാ അള്ളാ. ഇന്നിപ്പോൾ നമ്മൾ നേരെ അടുത്തുള്ളൊരു ഗോൾഡ് സൂക്കും പിന്നെ പർദ്ദ സൂക്കെല്ലാം ഉള്ള ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ല. അപ്പോൾ അവിടത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പർദ്ദ കളക്ഷൻസ് ജസ്റ്റ് നോക്കി. എനിക്ക് ഫറാഷ ടൈപ്പൊന്നും അങ്ങനത്തെ കിട്ടിയിട്ടില്ല. ഫസ്റ്റിന് ഇടുന്നൊന്നല്ല കേട്ടോ പർദ്ദ എടുക്കൽ, വേറെ ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്ന കേട്ടിന്. പിന്നെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്, വലിയ രസവും ഇല്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ വന്നിട്ടുള്ളത് ഏതോ ഒരു നല്ല മുകളിലേക്കാണ്.
കുട്ടിക്ക് കളിക്കാനുള്ളൊരു കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു എൻജോയ്മെൻ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ അവരെ കളിപ്പിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മളിതാ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഷോപ്പിങ്ങിനൊന്നല്ല കേട്ടോ, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പിന്നെ ഇഷമോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടേനു. പിന്നെ കളക്ഷൻസ് എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കയറുന്നതാണ്. ഇവളിതാ ഇടുന്നൊരു ബാഗ് ഇഷ്ടപ്പെട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് മാപ്പിളക്ക് അയച്ചു കൊടുക്കല, രസമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാലും വലിയൊക്കെ ആയി കഴിഞ്ഞാലും പിന്നെ അത്യാവശ്യം റേറ്റും ഉണ്ട്. അങ്ങനെ ഷൂ കളക്ഷൻസും അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ താഴത്തുനിന്ന് നമ്മളെ സെക്ഷൻ കഴിഞ്ഞിട്ട് നേരെ മേലയിലേക്ക് പോക്കാം, പിന്നെ കുട്ടികളുടെ സെക്ഷനിലേക്ക്. അപ്പോൾ ഇഷമോക്ക് 2 നല്ല ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് സെൻറ്റർ പോയിന്റിൽ നിന്ന് നേരെ മാക്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മാക്സിലും കയറി വെറുതെ ചുറ്റി തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. ആടുന്നും ഇഷമോക്ക് 2 ടീഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങി വരുമ്പോഴത്തേക്ക് അവരെ കളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികളെ കളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ലോണം വിശന്ന സമയത്ത് ഇതാ നമ്മൾ അൽബൈക്കും വാങ്ങി തിന്നിട്ടുണ്ട്. അൽബൈക്കിൻ്റെ നെഗറ്റ്സാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വിശക്കുന്ന ടൈമാണെങ്കിൽ പറയണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതാ നമ്മൾ നെക്സ്റ്റ് നേരെ അടുത്തേക്കാണ് പോകുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷവർമ്മ, പ്ലേറ്റ് ഷവർമ്മ തിന്നാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. മുന്നേ ഇവിടെ വന്നേരം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ എവിടെയും ഇപ്രാവശ്യം അങ്ങനെ പോയിട്ടില്ല കേട്ടോ. പോകാൻ മാത്രം അങ്ങനെ വലിയ ഇതൊന്നുമില്ല, വലിയ സ്ഥലമൊന്നുമില്ല നമ്മളെ ദമാമിൽ, കൂടുതലായിട്ടുള്ള സ്ഥലമൊന്നുമില്ല. അപ്പം മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ അതന്നെയാണ്, നാട്ടിൽ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നമുക്ക് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാം. അതന്നെ. അങ്ങനെ നമ്മൾ അവിടെ പോയി നല്ല അടിപൊളി പ്ലേറ്റ് ഷവർമയും ബ്രോസ്റ്റഡും എല്ലാം കഴിച്ചത് ആ റൂമിലേക്ക് പോക്കാം. റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ഇഷമോൾ ഉറങ്ങും കേട്ടോ. അതുകൊണ്ട് വലിയ സീനില്ല, കാരണം നല്ല ലേറ്റായിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്താം. റൂമിലെത്തി ഇഷമോളെയും കടത്തി ഇതെന്തേനു ഏതോ ഒരു ഫ്രഷ് ജ്യൂസാണ്, അല്ല ക്യാരറ്റും ബീട്രൂട്ടും ഒരു ഫ്രഷ് ജ്യൂസ് അടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റിനത്താത്ത. അപ്പോൾ അതും കുടിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മളെ 3rd ദിവസത്തേക്ക് സ്വാഗതം. ഇന്നലെ ഒരാൾ കിടക്കുമ്പം തന്നെ പറഞ്ഞേനു രാവിലെ 7 മണിക്ക് എണീറ്റ് തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്നുള്ളത്, ദമാമിലേക്ക് പോകാമെന്നുള്ളത്. എണീക്കുമ്പം തന്നെ 10:30-11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ രാത്രി വന്നപാടും ഫുൾ മൊത്തത്തിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലക്കാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വേറെ പാക്ക് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റിനത്താത്ത എനിക്കൊരു വാച്ച് വാങ്ങി തന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ വരുന്നതിന് മുന്നേ വാങ്ങി വെച്ചതാണ് കേട്ടോ. നല്ല രസയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ഒരു കളറ് നല്ല ഇഷ്ടമായി കേട്ടോ, ഒരു റോസ് ഗോൾഡ് ടൈപ്പ്. എൻ്റെ അടുത്താണെങ്കിൽ ഗോൾഡ്, സിൽവർ, ബ്ലാക്ക് അങ്ങനത്തെ ഒരു കളറാണ് ഉള്ളത്. ഈ ഒരു ടൈപ്പ് കളറില്ലേനു. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പാക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ജെറി പറഞ്ഞ് നമ്മൾ വണ്ടർ ഗാർഡൻ മിസ് ചെയ്യണ്ട, അതും കൂടി വിചാരിച്ചിട്ടാണല്ലോ അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നും കൂടി നിൽക്കാമെന്നല്ല, അവിടെയും കൂടി പോയിട്ട് നമുക്ക് നേരെ തിരിച്ച് റൂമിലേക്ക് പോകാമെന്നുള്ള ഒരു ഇതിൽ. ഇന്നും രാവിലെ തന്നെ എന്തേനു മറന്നുപോയി ഗൈസ്. ഇന്ന് പിന്നെ കൈവാട്ടിയോ അതന്നെ, വേറൊന്നും പ്രത്യേകിച്ച് ആക്കിയിട്ടില്ല. കാരണം ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പം പുറത്ത് പോയി കഴിഞ്ഞാലും ലേറ്റായിട്ടാണ് കേട്ടോ വരിക. പിന്നെ അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് അങ്ങ് സ്കിപ്പ് ചെയ്യല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അതാകുമ്പോൾ വേഗം പണി കഴിയുമല്ലോ. പിന്നെ മാത്രമല്ല നമുക്ക് വേഗം പുറത്ത് പോകാനും പറ്റും, വേഗം റെഡിയായിട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഫസ്റ്റിനത്താത്തൻ്റെ റൂമിനെ ഇങ്ങക്ക് കാണിച്ചത് അവൾ പിരിച്ചിട്ടൊന്നും ഇല്ലേനു. പിന്നെ വീഡിയോ കണ്ടിട്ടോളം അറിയാം എന്തിനു കാണിച്ചതെന്ന് ചോദിക്കും. അതുകൊണ്ട് വേഗം അങ്ങ് ഓഫ് ചെയ്തതാണ്. പിന്നെ ഗൈസ്, ഞാൻ മുട്ടമാല ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റയിലെല്ലാം സ്റ്റോറി വെച്ചിട്ടില്ലേ. അപ്പോൾ പറഞ്ഞു ഇങ്ങൾക്ക് ഒറ്റയ്ക്കെല്ലാം ആക്കി തിന്നാൻ പറ്റുമോ, നമുക്കൊന്നും പറ്റൂലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു മതിപ്പാവല്ലേ ഒരു മുട്ടമാല ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ മുട്ട ചെറുതേനോ കേട്ടോ അവളടുത്തുള്ളത്. അപ്പം ഞാൻ തന്നെ താഴെ പോയി വാങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും വേറെ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കിയിട്ട് വിട്ട കേസേനു. പിന്നെയും എൻ്റെ മനസ്സിലൊരു ത്വര ഇതുണ്ടാക്കി പഠിക്കണോ എന്നുള്ളത്. നാട്ടിലെല്ലാം എന്തെങ്കിലും പരിപാടി ഉള്ളവർ നമ്മൾ പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കലാന്ന് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഉണ്ടാക്കാൻ സിമ്പിളാണ്, പക്ഷെ കുറച്ച് ടൈം പോകുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പപ്പണിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ മാല ഉണ്ടാക്കിയെടുക്കല, ഓളിങ്ങനെ എന്നെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്, നീ മാത്രമാക്കല, അനക്കുന്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓക്കും കൊടുത്ത്. ഓളാണെങ്കിൽ ഇത് ഞെക്കിപ്പിടിച്ചിട്ട്, അതായത് ബോട്ടിൽ ഞെക്കിപ്പിടിച്ചിട്ട് തടിങ്ങനെ കുറച്ച് തടിയായിട്ടാണ് കേട്ടോ വരുന്നത്, കണ്ട. അതാണെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ പഞ്ചസാര സീറിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ വെക്കുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓള് ആക്കി സെറ്റായിട്ടുണ്ട്. നാട്ടിൽ പോകുന്നതിന് മുന്നേ ഓക്കും പഠിക്കണമെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളെ മാല സെറ്റായിട്ടുണ്ട്. പിന്നെ അത് ആ മുട്ട അവിടെ വെച്ചിട്ടുണ്ട് പാനിലല്ല, ഒരു സോസ് പാനിൽ. അപ്പോൾ അത് എൻ്റെ അടുത്ത് നിന്നൊരു പൊട്ടത്തെറ്റ് പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തവണയായിട്ട് ചെയ്തെടുക്കണേ. നമ്മളൊരു 30 മുട്ടൊക്കെ എന്നിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാനാണെങ്കിൽ പൊട്ടത്തി കൊണ്ടുപോയിട്ട് ടൈം അതിൽ വെച്ച്, അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ അത് വെന്ത് കിട്ടിയിട്ടുള്ളത്. 2 തവണയാണെങ്കിൽ വേഗം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ. ഇതിപ്പോൾ നല്ല ഹൈറ്റിലും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളെ മുട്ടമാല സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനായിട്ടൊരു കുറവുണ്ടല്ലോ, മുട്ടമാല ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഓള് പറഞ്ഞ് കരിക്കോ കൊടുക്കാണ്ടോളൂ രണ്ടാക്കും. ഒന്ന് നമ്മളെ കസിനാണ് കേട്ടോ, ഓന് ഇന്നലെ വന്നിനേനു. പിന്നെ ഓളെ മാപ്പിളുടെ അരവുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടർ ഗാർഡനിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ മെട്രോൻ്റെ പോലെ തന്നെ വണ്ടർ ഗാർഡനാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ വണ്ടർ ഗാർഡനാണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. ഇന്നിപ്പോൾ നല്ല തണുപ്പേനു കേട്ടോ. ആ തണുപ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പ്. 10 ഡിഗ്രിയെല്ലാം ആയിട്ടുണ്ടേനു കേട്ടോ. നമ്മൾ വൈകുന്നേരം ഇറങ്ങുമ്പം തന്നെ 12 ആ ഒരു ഡിഗ്രി ആയിട്ടുണ്ടേനു. അങ്ങനെ ഉള്ളിൽ ഞാനൊരു ഇന്നറൊരു സേഫ്റ്റി കിട്ടിയിട്ടുണ്ട്. തണുപ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പാണ്. പിന്നെ 2 പാൻറ്റെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇതൊന്നും എടുത്തിട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ജാക്കറ്റും ഇതൊന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇഷമൂക്കും ഷെയാനും ജെറിക്കെല്ലാം വാങ്ങേണ്ടി വരും മിക്കവാറും. പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല തണുപ്പ്, അതുകൊണ്ട് തന്നെ നേരെ പോയിട്ടുള്ളത് റെഡ് ടാഗിലേക്കാണ്. പിന്നെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇഷമൂക്കൊന്നും തണുപ്പ് പറ്റുകയില്ല, ആകെ കൂടി കോളിപ്പോകുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ ഷെയാനും പിന്നെ നെയ്യൂന് പിന്നെ ഓൾറെഡി ഉണ്ട്. മോൻ്റെ പേര് ഫസ്നാൻ്റെ മോൻ്റെ പേര് നെഹിയ എന്നാണ് കേട്ടോ. നെയ്യൂ എന്നാണ് നമ്മൾ വിളിക്കൽ. റബ്ബി തണുപ്പ് എന്ന് പറയാൻ എനിക്കിതിപ്പോൾ പറയുമ്പം തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു തണുപ്പത്ത് ഇങ്ങനെ നടന്ന് പോകാന്നുള്ളത്. അങ്ങനെ ഗൈസ് നമ്മളിതാ വണ്ടർ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് വരുന്നു. അടിപൊളിയായിരുന്നു, നമ്മളെ കണ്ണ് വേറെ ലെവലായിട്ടായിരുന്നു കേട്ടോ ഉള്ളത്. ഇവിടെയില്ലേ ഏറ്റവും കൂടുതൽ റൈഡ്സും കാര്യങ്ങളും വന്നിട്ടുള്ളത്. കൂടുതലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാമാണ് ഉള്ളത്. പക്ഷെ ഞാനൊന്നും അധികം ഒന്നിലൊന്നും കയറൂല. നമ്മൾ വീഡിയോസിലും ഇങ്ങനെയെല്ലാം കണ്ടിട്ടുള്ള മാത്രം കാര്യങ്ങളായിരിക്കും ഇതെല്ലാം. അപ്പോൾ അതെല്ലാം നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഫസ്നിയും ഓളെ മാപ്പിളയും കൂടി ഒരു റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റിനെ കുറേ സമയം എന്നോട് ഇതിൽ കയറാ ബാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ പൈസയും കൊടുത്തിട്ട് മനുഷ്യൻ പേടി ഇതാക്കുന്നു, പോയാട്ടടുത്ത് ഞാൻ വരുവേ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓളും ഓളെ മാപ്പിളയും കൂടി ഈ ഒരു റൈഡിൽ കയറിയിട്ടുണ്ട്. ഇതിൽ കാണുമ്പോൾ തന്നെ പേടിയാന്ന്. ഇനിയെല്ലാം ഇപ്പോൾ കയറിയിട്ട് വെറുതെ എന്തിനാ നമ്മൾ വേണ്ടാത്ത പണിക്ക് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. മനസ്സിന് ശക്തിയുള്ള ടീമിനെ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റൂ, എനിക്കാണെങ്കിൽ അത് തീരെ ഇല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ കുട്ടികളെയും നോക്കിയിട്ട് ഇവിടെ നിൽക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. ജെറിയും കയറിയിട്ടില്ല. ജെറി കയറുമെല്ലാം ചെയ്യും, പക്ഷേ ഇല്ലേ തണുപ്പായതുകൊണ്ട് പിന്നെ ആ പോകുന്ന ടൈം കൂടുതൽ തണുക്കല്ലേ ചെയ്യുക. അപ്പോൾ ആ ഒരു ഇതിൽ കയറിയിട്ടില്ല, അല്ലെങ്കിൽ കയറിയേനും കേട്ടോ. എന്തോ ഒരു മൂടിയതായതുകൊണ്ടാണ് കയറായിന്, അല്ല എന്തായാലും കയറുവേനും. ഇവിടെ എത്തി കുറച്ച് സമയമാകുമ്പം തന്നെ
6 ഡിഗ്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈയെല്ലാം ഐസും കട്ട പോലെ ഉണ്ട്, എന്താ പറയുക, കല്ലോ കരിങ്കല്ലോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ആനക്കാണെങ്കിൽ തണുപ്പധികം പറ്റുകയും ചെയ്യില്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് അവർ കുറേ റൈഡിലെല്ലാം കയറി നമുക്ക് വിശന്ന ടൈം ഈ ഒരു ഫ്രൈസ് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളിയായിരുന്നു. ഇതുവരെ ഇതിലും മുന്നേ ഇത്രയും ടേസ്റ്റുള്ള സംഭവം തിന്നിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം, ഒരു ഫ്ലവർ ഗാർഡൻ പോലത്തെ ഒരു സെറ്റപ്പിൽ കയറിയിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം കുറേ റൈഡ് ഉണ്ട്. ഫ്ലവറിൻ്റെ ആ ഒരു സെറ്റപ്പിലൊക്കെ ഉണ്ട്. ആ റൈഡ് വെച്ചിട്ട് എന്ത് രസമാണെന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. ഓരോ ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം ഇതിലും പിന്നെ നേരത്തെ കാണിച്ചില്ലേ അതിലും ഫസ്റ്റിന് കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കയറിയിട്ടുണ്ട് മാക്സിമം. പക്ഷേ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ കയറിയിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ എന്തിനാ നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങുന്നത്. ഞാനാറ്റും കയറിയെങ്കിൽ വടി പോലും എടുത്തിട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കയറിയിട്ടൊന്നുമില്ല. അല്ലാണ്ട് പേടി കൊണ്ടൊന്നുമല്ല കേട്ടോ. വെറുതെ എന്തിനാ മറ്റുള്ളവരെ മെനക്കെടാക്കുന്നത്, എടുത്തു കൊണ്ടുപോകാനാക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് വേറെ ഒന്നുമില്ല. ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ കുറേ സംഭവം നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ നേരിട്ട് കാണാനാട്ടോ അടിപൊളി. വേറെ തന്നെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. ഫുള്ള് സൗദി മൊത്തത്തിൽ മാറിയ പോലത്തെ ഒരു ഫീല്. നമ്മൾ സൗദിയിലല്ലാണ്ട് വേറെ ഏതോ രാജ്യത്തെത്തിയ ഒരു ഫീൽ ചെയ്യുന്നു കേട്ടോ. മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു. നമ്മളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ കിഡിലോസ്കിയാണ് കേട്ടോ. വേറെ തന്നെ ഒരു ലോകത്തേനു, തണുത്ത് ആ ഒരു ഇതിൽ എല്ലാവരെയും എല്ലാവരും ഫുള്ള് തണുത്ത് വിറച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. അന്നത്തെ ദിവസമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തല്ല, അന്നത്തെ ദിവസമാണ് കൂടുതൽ തണുപ്പ്. ലാസ്റ്റ് ഫ്രൈഡേ അല്ല, ലാസ്റ്റ് സൺഡേ. അങ്ങനെ ഗൈസ് നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എക്സ്പ്ലോറെല്ലാം ചെയ്തിട്ട് തിരിച്ച് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ നമ്മൾ ദമാമിലേക്ക് പോകും. അതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു പ്ലാന്. ഇപ്പം സമയം ഏകദേശം ഒരു 10-11 മണിയെല്ലാം ആയിട്ടുണ്ട്. ഫസ്നാനെയും അവരെയും നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ ഇറക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞ് നമ്മൾ മെട്രോയിൽ പോയിക്കോളൂ, നിങ്ങൾ ലേറ്റ് ആക്കണ്ട, ഇവിടുന്ന് ഓളെ റൂമിലേക്ക് കുറച്ച് ദൂരമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ലേറ്റ് ആവും. റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ കടന്നുറങ്ങിയിട്ട് പിന്നെ പിറ്റേന്ന് പോകാമെന്ന് പറയും. പിന്നെ പിറ്റേന്ന് പറയും നമുക്ക് ഇന്ന് വേറെ എവിടെയെങ്കിലും പോയിട്ട് നാളെ പോകാമെന്ന്. അങ്ങനെ നീണ്ട് പോകും. പിന്നെ ഞാനാണെങ്കിൽ ഒരു 3 ദിവസത്തെ ഡ്രസ്സ് മാത്രമേ പാക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൊണ്ട് അവരത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മെട്രോ സ്റ്റേഷനിൽ. അപ്പോൾ അവർ അങ്ങനെ നടന്ന് പോകും. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോകും. റൂമിലെത്തുമ്പോൾ ഏകദേശം ഒരു 3 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയിൽ നിന്ന് എല്ലാം കൂടി കടന്നുറങ്ങി നല്ല സുഖത്തിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലേ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗ് എത്രയും പെട്ടെന്ന് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വരാം. ബൈ.